നമസ്കാരം. സ്വർണ്ണമോഷണ വിവാദത്തോടെ ഇളക്കം തട്ടിയ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ സർക്കാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിക്കാനാണ് നീക്കം. കുറ്റമറ്റ രീതിയിൽ മണ്ഡലകാലം പൂർത്തീകരിക്കലാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ കെ ജയകുമാർ ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പ്രതികരിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുമ്പോഴാണ് ബോർഡിന്റെ തലപ്പത്ത് ക്ലീൻ ഇമേജുള്ള ജയകുമാറിനെ എത്തിച്ച് മുഖം രക്ഷിക്കാനുള്ള സർക്കാർ നീക്കം. അടവ് നയമെന്ന് BJP വിമർശിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ വിഷയം പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി, ശ്രീ ഷാജി രാഘവൻ BJP പ്രതിനിധി, രാഹുൽ ഈശ്വർ അയ്യപ്പ സംരക്ഷണ സമിതിയെ പ്രതിനിധീകരിച്ച് ശ്രീ KS അരുൺകുമാർ CPM പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, എന്നെ കേൾക്കാമോ? നിജേഷ്, കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകും എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചു. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വൈകും എന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പൊതുസ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ് കെ ജയകുമാർ. അദ്ദേഹം അതിലൊക്കെ ഉപരി ഒരു വിശ്വാസിയും കൂടിയാണ്. അപ്പോൾ ഓരോ വിശ്വാസിയുടെയും താല്പര്യം സംരക്ഷിക്കുന്ന നിലയിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് അദ്ദേഹം ഈ വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ഒപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും എന്നും പറയുന്നു. നോക്കൂ, പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതൊരു വസ്തുതയാണ്. അവിടെ തിരുത്തലാണ് ആവശ്യം. ആ നിലയിൽ ഇതൊരു നല്ല ചുവടുവയ്പല്ലേ? രേണുകയുടെ സംസാരത്തിൽ തന്നെ ഉത്തരമുണ്ട്. ഒന്ന്, ഇന്നലകളിൽ പ്രശ്നമുണ്ടായിരുന്നു, നാളെ അത് തിരുത്താൻ വേണ്ടി ഒരു ചെറിയ മാറ്റം ഞങ്ങൾ വരുത്തും. രണ്ട്, വിശ്വാസിയായ ജയകുമാർ വരുന്നു. ഇന്നലെ വരെ വിശ്വാസികളല്ലാത്ത ആളുകൾ ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ആവേശത്തോടു കൂടി ശരണമയ്യപ്പ വിളിക്കുന്ന ആളുകൾ വന്നത് തന്നെയാണ് പ്രശ്നമെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ശരിയും അതായിരിക്കാം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്കകത്തുള്ള ഓരോ കാര്യങ്ങളും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർണ്ണ കട്ടി മാത്രമാണ്. അവർക്ക് പവൻ ഇത്ര വിലയുള്ള ഒരു സാധനം മാത്രമാണ്. അത് മാർക്കറ്റിൽ വിറ്റാൽ എത്ര കിട്ടും എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ദേവസ്വം ബോർഡിൽ, കൃത്യമായി പറഞ്ഞാൽ 9.5 വർഷമായി ദേവസ്വം ബോർഡിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് വിശ്വാസമല്ലായിരുന്നു പ്രശ്നം. അവർക്കത് ഓരോന്നും മെറ്റീരിയൽ ആയിരുന്നു. അവരെ മെറ്റീരിയലിന്റെ വില തൂക്കി അളവിട്ട് എടുത്തുമാറ്റി എല്ലാം അവരതിന്റെ വില, അതിന്റെ മാർക്കറ്റ് മൂല്യം കണ്ടെത്തി അത് കൊണ്ടുപോയി. ഇനി അതിനെ തിരുത്താൻ പുതിയൊരു ആൾ വന്നതുകൊണ്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇന്നലകളിലെ പിഴവുകൾ നികത്താൻ അത് സാധിക്കില്ല. നമുക്കറിയാവുന്നതുപോലെ പത്മകുമാറിന്റെ ശേഷം വാസു വന്നു, വാസുവിന് ശേഷം പ്രശാന്ത് വന്നു. ആ ഓരോ ദേവസ്വം ബോർഡിന് വന്ന വീഴ്ചകളും ഓരോ ദേവസ്വം ബോർഡിന്റെ മോഷണങ്ങളും അടുത്ത ദേവസ്വം ബോർഡ് മൂടിവെച്ചതാണ്. അടുത്തത് മൂടിവെച്ചതാണ്. ഈ സീരീസ് ഓഫ് ഇഷ്യൂ ആരംഭിക്കുന്ന സമയത്ത് ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ ചാനൽ ചർച്ചയിലും അല്ലാതെയും പുറത്തുമൊക്കെ വന്ന് പറഞ്ഞത് ഇതേതോ ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതാണ്, ദേവസ്വം ബോർഡ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു. പക്ഷെ ഓരോ ദിവസമായി ദേവസ്വം ബോർഡിന് പ്രതിയായി 1-ാം പ്രതിയും 2-ാം പ്രതിയും 7-ാം പ്രതിയും ഒക്കെ പിടിക്കപ്പെട്ടു. 3-ാം പ്രതിയും 4-ാം പ്രതിയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ തൽക്കാലം സാധിച്ചുവെങ്കിലും അതില് ഓരോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഹൈക്കോടതി പേരിൽ ചൂണ്ടിക്കഴിഞ്ഞു. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ച് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആയിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കും എന്നായിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായി വാർത്തകൾ. ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല, കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ സ്വർണ്ണമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഞങ്ങള് തുറന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തുറന്ന പുസ്തകമല്ല, അടഞ്ഞ പുസ്തകമാണ്. ആ അധ്യായം അടഞ്ഞു കഴിഞ്ഞു. ഇനി അധ്യായം ജയിലിലോ മറ്റോ തുറന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി പുതിയ ഒരാളെ നിയമിക്കുന്നത് എങ്കിൽ അവിടെ കാണുന്നത്. അതുകൊണ്ട് ഓട്ടയടയ്ക്കാൻ സാധിക്കില്ല. ജയകുമാർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അത് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷെ ഇന്നലെ വരെയുള്ള ദേവസ്വം ബോർഡിനകത്തുള്ള മോഷണം, തട്ടിപ്പ്, കൊള്ള ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ വന്നേ മതിയാകും. ഓരോരുത്തരെയായി പിടിച്ച് ദേവസ്വത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കുകയും ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ. അല്ലാതെ ഈ മുഖം ഇരിക്കിയത് കൊണ്ട്, പെയിന്റ് അടിച്ചത് കൊണ്ട് കാര്യമില്ല. ശരി, ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ദേവസ്വം ബോർഡിന്റെ ഭരണം എന്നത്
വിശ്വാസികളുടെ പക്ഷത്തായിരിക്കണം, വിശ്വാസിയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വാദം പല കാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരായ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കെ ജയകുമാറിനെ പോലെ ഒരു ആൾ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ രാഹുൽ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, CPM ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനാണ്. പക്ഷേ ശ്രീ പിണറായി വിജയന്റെയും CPMന്റെയും ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ജയകുമാർ സാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കൊണ്ടുവരുന്നത്. കാര്യം, ധാരാളം അനുഭവ പരിചയം, ശബരിമലയിലെ കാര്യങ്ങൾ ഏറ്റവും ഇഫക്റ്റീവ്ലി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, സർവ്വസമ്മതനാണ്, കലാകാരനാണ്, എഴുത്തുകാരനാണ്, എല്ലാവരോടും സോഫ്റ്റായി സംസാരിക്കുന്ന, വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും കഴിയുന്നത്ര ആൾക്കാരെ കേട്ടു മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജയകുമാർ സാറിനെ കൊണ്ടുവന്നത് സാധാരണ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അവിടെ വിശ്വാസികൾ ഭരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം, സംശയമൊന്നുമില്ല, നിരീശ്വരവാദികളല്ല. പക്ഷേ അത് മാത്രമാകരുത് മാനദണ്ഡം. ഉദാഹരണം, ശബരിമലയിലെ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏറ്റവും രീതിയിൽ നന്നാക്കിയത് നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരു ശ്രീ G. സുധാകരനാണ്. കോൺഗ്രസിന്റെ പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ് ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുകയും മലയരന്മാരിലേക്ക് അടക്കം റീച്ച് ഔട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ്. കുമ്മനം ചേട്ടനെ പോലൊരു വ്യക്തി കഴിഞ്ഞ 40-50 വർഷമായി ശ്രീ കുമ്മനം രാജശേഖരനെ പോലെ RSS BJP പാളയത്തിൽ നിന്നൊരു വ്യക്തിയാണ് ശബരിമലയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അയ്യപ്പന് വേണ്ടി നിന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശ്രീ കുമ്മനം, ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ ശബരിമലയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം ഒരു മാനദണ്ഡമാകരുത്. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി അവിടെ ചെന്ന് തീർത്ഥം കയ്യിലെടുത്ത് താഴെ ഒഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാര്യം ലക്ഷക്കണക്കിന് ഭക്തർ മണിക്കൂർ കണക്കിന് ക്യൂ നിന്നാണ് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ അവസരം കിട്ടുന്നത്. ഇപ്പോൾ വാസവൻ സാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പല ഫോട്ടോകൾ വന്നു. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവർ അവിടെ വന്ന് അയ്യപ്പനെ തൊഴുതു നിൽക്കുമ്പോൾ പുള്ളി തൊഴാതെ സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ് തൊഴുകയോ വേണ്ടയോ എന്ന് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട്. പക്ഷേ ജയകുമാർ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിവുമുണ്ട്, അറിവുമുണ്ട്, അനുഭവപരിചയമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ എല്ലാം ആഴത്തിൽ അയ്യപ്പനെ കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ജയകുമാർ സാർ. ജയകുമാർ സാർ വന്ന് ക്ലീനപ്പ് ചെയ്യണം. പിന്നെ നേരത്തെ ശ്രീ നിജേഷ് ജി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് മുമ്പ് ചെയ്തു പോയ കള്ളത്തരങ്ങൾ ഇല്ലാതാകുന്നില്ല. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടു, ഹൈസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്ന് ഹൈക്കോടതി എടുത്തെഴുതിയിരിക്കുന്ന, അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തു എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന 8ഓളം ഈ ഇന്ററിം വെർഡിക്റ്റ് അല്ലെങ്കിൽ ഇടക്കാല വിധിന്യായങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ കട്ടൊരുത്തനെയും വെളിവിടില്ലെന്ന്. സാധാരണ കോടതിയുടെ ഭാഷ അത്രയും വൈകാരികമാകാറില്ല. ഈ കോടതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജാ വിജയരാഘവൻ സാറിനെയും ജയകുമാർ സാറിനെയും വിധി ഇമോഷണലി ലോഡഡ് കൂടെയാണ്. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടവനെ ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ല, അവസാനം വരെ പോകും എന്ന രീതിയിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഹൈക്കോടതി ഉള്ളതുകൊണ്ട് അവരിലെ അറസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകണം. ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് ഇതിന് പങ്കുണ്ടാകും. ജയകുമാർ സാർ വരുമ്പോൾ എന്തായാലും ഒരു കാര്യം കൂടെ ഉറപ്പാണ്, ഇനിയും പഴയ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കാനൊന്നും പറ്റില്ല. ദേവസ്വം ബോർഡിന് പലപ്പോഴും അങ്ങനെ മറച്ചു വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, 1000 ഉൾപ്പെടെ ക്രമരഹിതമാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ. സാധ്യമാകും എന്നത് സംബന്ധിച്ച് ക്രമരഹിതമൊന്നും അല്ല, അതൊക്കെ മുഖ്യതാണ്. ഹൈക്കോടതിയുടെ അവസാന വിധി പോലും ഹൈക്കോടതി പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അദ്ദേഹത്തിന് എന്തൊക്കെ സാധ്യമാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ദേവസ്വം കൊള്ള നടത്തി, അതായത് ഇത് പ്രൊസീജിയറൽ എററോ ടെക്നിക്കൽ എററോ ഒന്നുമല്ല. ഹൈക്കോടതിയുടെ വിധിയിൽ ഹൈക്കോടതി എഴുതുന്നത് തന്നെയുണ്ട്. ഞങ്ങളും ആദ്യം വിചാരിച്ചത് ഇതെന്തോ ജാഗ്രത കുറവാണ്, പ്രൊസീജിയറൽ എറർ ആണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ദേവസ്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി കൊള്ള നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി എത്ര കട്ടു, എവിടൊക്കെ കൊണ്ടുപോയി കട്ടു, കൊണ്ടുപോയ സാധനങ്ങൾ എവിടെ? ഇപ്പൊ ശബരിമല ഇരിക്കുന്ന കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുമ്പോൾ വേദനയുണ്ട്. ശബരിമല ഇരിക്കുന്ന നമ്മുടെ വാതിലാണെങ്കിലും ശബരിമലയിൽ ഇരിക്കുന്ന നമ്മുടെ ദ്വാരപാല ശില്പങ്ങളാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വേണമെങ്കിൽ ഭംഗിവൽക്കരിച്ച് റെപ്ലിക്ക എന്ന് പറയാം, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മുമ്പുണ്ടായിരുന്ന 1.5 കിലോഗ്രാം മാറി 361 ഗ്രാമായി, മുമ്പുള്ള 2.5 കിലോഗ്രാം മാറി ഏകദേശം 400 ഗ്രാമായി. ഇപ്പൊ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ എവിടെ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ പങ്കെടുത്ത ഓരോ ദേവസ്വം ഉദ്യോഗസ്ഥനെയും മെമ്പർമാരുണ്ടെങ്കിലും അവരെയും ജയിലിലേക്ക് അയക്കണം. എന്നാൽ മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തീരാ കളങ്കം ഉണ്ടാക്കിയ ഈ വിഷയം മാറുകയുള്ളൂ. ഓർക്കുക, ഭാരതകേസരി മന്നത്ത് പത്മനാഭനും R. ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്.
ആലോചിച്ച് നോക്കുക, യുഗപുരുഷന്മാരായ യുഗപ്രഭാവന്മാരായ പിന്നീട് കേരള മുഖ്യമന്ത്രിമാർ പോലും ആയ ആൾക്കാരിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ദേവസ്വം മാഫിയെന്നും ചമ്പൽ കൊള്ളക്കാരെന്നും പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ചത് ഏറ്റവും വലിയ വേദനയാണ്. അതിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ജയകുമാർ സാറിന് കഴിയട്ടെ. അയ്യപ്പന്റെ നിർണയമാണത്. നിയമനം ശ്രീ പിണറായി വിജയന്റെ ആയിരിക്കും. അയ്യപ്പന്റെ നിർണയമാണ്. ആ അയ്യപ്പന്റെ നിർണയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശുദ്ധിയും വിശുദ്ധിയും വിശ്വാസ്യതയും തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ഷാജി രാഘവൻ BJP പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷാജി രാഘവൻ, ശബരിമലയിൽ ചില സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൽ തിരുത്തൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ ആദ്യ പടിയാണ്, ആദ്യ ചുവടുവയ്പ്പാണ് ജയകുമാറിൻ്റെ നിയമനം. അതിനെ ശബരിമലയിലെ കാര്യങ്ങൾ കൃത്യമായി നടക്കണമെന്നും അവിടെ ശുദ്ധികലശം വേണമെന്നും ആഗ്രഹിക്കുന്നവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ അതിനെ സ്വാഗതം ചെയ്യുന്നത് ആ മനസ്സുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് BJPക്ക് ആ നിയമനത്തിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? അടവ് നയമാണെന്നും ആ രീതിയിൽ എന്തോ നേരായ വഴിക്കുള്ള നീക്കങ്ങളല്ല എന്നും സംശയം BJPക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ശ്രീ ജയകുമാർ സാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സാമാന്യ രീതിയിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വളരെ സാത്വികനായ, അഴിമതിരഹിതമായ ചരിത്രമുള്ള ഒരു, എന്നാൽ വലിയ സർവീസ് ലോകത്ത്, സർവീസ് രംഗത്ത് വലിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയ ഒരാളെന്നുള്ള നിലയിലല്ല അദ്ദേഹം കേരളത്തിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഒരു കാലഘട്ടത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഒരു തലമുറയെ മുഴുവൻ, എന്താ പറയുക, പ്രണയത്തിന്റെയൊക്കെ പുതിയ നല്ല വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത നല്ല കവി, എത്രയോ സിനിമാ ഗാനങ്ങളൊക്കെ എഴുതിയ സാത്വികനായ ഒരു മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യൻ, ഒക്കെ ശരിയാണ്, യാതൊരു സംശയമില്ല. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോഴും നമുക്ക് BJPക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. എതിർത്തൊന്നൊക്കെ ഉള്ള ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. അദ്ദേഹം അവിടെ നേരത്തെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില ചുമതലകളിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ശബരിമലയെ പറ്റിയിട്ട് അറിയുകയും ചെയ്യുക, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം താങ്കളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. എന്തോ തിരുത്താൻ പ്രാപ്തനായ ഒരാള്, അല്ലെങ്കിൽ തിരുത്താൻ സാധിക്കും ഒരാളിനെ, പുതിയതായി ജയകുമാർ സാറിനെ പോലെ ഒരാളിനെ പ്രസിഡന്റ് ആക്കിയാൽ എന്നുള്ളൊരു ധ്വനി താങ്കളുടെ ഇന്റർവ്യൂവിലുണ്ട്. അവിടെയാണ് ഒരു പ്രശ്നം. ഏതെങ്കിലും ഒരു ജയകുമാറിന് തിരുത്താവുന്ന പ്രശ്നങ്ങളല്ല ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളത്. ശബരിമലയുമായും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഗിമ്മിങ്സ് കാണിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നേയില്ല. ഞാൻ മനസ്സിലാക്കുന്നില്ല, ഒരു വിശ്വാസി സമൂഹം കരുതുന്നില്ല. ഇന്ന് ഈ സംസ്ഥാന ഗവൺമെന്റ് ശ്രീ ജയകുമാറിനെ, മുൻ ചീഫ് സെക്രട്ടറി, റിട്ടയർഡ് IAS കാരനായ ഒരാളിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തില് ഒരു കാര്യം പരസ്യമായി സംസ്ഥാന ഗവൺമെന്റ് പൊതുമധ്യത്തിൽ അംഗീകരിക്കുക. എന്താണ് അത്? ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആരാധനാലയം ശബരിമല, അതേപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡുകൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ ഏറെക്കാലമായി, 10 കൊല്ലത്തെ ചരിത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ ഏറെക്കാലമായി 2 മുന്നണികളും തിരികെ കയറ്റിയിരുന്നത് വളരെ കൃത്യമായി അമ്പലക്കൊള്ള നടത്തുന്ന രാഷ്ട്രീയക്കാരനെ ആയിരുന്നു എന്നുള്ളതിന്റെ പരസ്യമായ സമ്മതമാണ് ഇന്നിപ്പോ ഒരു ബ്യൂറോക്രാറ്റിനെ അതിന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കുമ്പോൾ സർക്കാർ പൊതുമധ്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് പ്രശാന്തിന് എക്സ്റ്റൻഷൻ കൊടുക്കുമെന്നാണ്. താങ്കളുടെ ചാനൽ ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4-5-6 ദിവസം മുമ്പ് വരെ ആ തരത്തിലുള്ള ധ്വനി പുറത്തു വന്നിരുന്നു. എന്തേ പെട്ടെന്നൊരു മാറ്റത്തിന് കാരണം വളരെ കൃത്യമായി കേരളത്തിലെ പൊതുവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അമ്പലക്കൊള്ള നടത്താൻ വേണ്ടി കാലാകാലങ്ങളിൽ ഭരണത്തിൽ വരുന്ന പ്രത്യേകിച്ച് മുന്നണി സംവിധാനത്തിലെ മുന്നണി ഘടകകക്ഷികളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ രാഷ്ട്രീയത്തിലെ ചില മേലാളന്മാർക്ക് ഇരിക്കാനൊരിടം, അതിനപ്പുറത്തൊരു വിശ്വാസ സമൂഹം അല്ല ഭരിച്ചിരുന്നത്. എന്തേ കേരളത്തിലെ മറ്റൊരു ആരാധനാലയത്തിലും ഈ തരത്തിൽ അവിശ്വാസികൾക്ക് ഷാജിരാഘവൻ, അവിടെയാണ് താനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയകുമാർ വരുന്നത്. അദ്ദേഹം അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല പദ്ധതികളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവിടെ എന്താണ് നടക്കുന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ബോധ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരുത്ത് വരുമ്പോൾ, ഞാൻ മറ്റു കാര്യങ്ങൾ, താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ CPM പ്രതിനിധിയോട് ചോദിക്കാം, പക്ഷേ ഇവിടെ ഒരു തിരുത്ത് വരുമ്പോൾ അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നതാണല്ലോ എന്റെ ചോദ്യം. അത് ഒരു പുതിയ ചുവടുവയ്പ്പാണ്, അല്ലെങ്കിൽ തെറ്റിലുള്ള ഒരു തിരുത്തലാണ് എന്നത് നിങ്ങൾ അംഗീകരിച്ച് അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് നേരാം വിധത്തിൽ കാര്യങ്ങൾ നടക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യണ്ടേ?
നേരാമണ്ണം കാര്യം നടക്കാൻ ഇങ്ങനെ വളഞ്ഞ് കുറുക്ക് വഴിക്ക് ഒരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് എന്താ പറയാ പ്രഖ്യാപിച്ചുകൊണ്ട് അയവാഷി ചെയ്യുകയല്ല വേണ്ടത്. ഇവരെ അയവാഷി ചെയ്യാൻ ശ്രമിക്കുന്നത് വിശ്വാസി സമൂഹത്തെ മാത്രമല്ല കോടതിയും കൂടിയാണ്. കാരണം വരും ദിവസങ്ങളിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നത് SIT അന്വേഷിക്കുന്നുണ്ട്. SITയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്. കോടതി വളരെ രഹസ്യമായും വളരെ ശക്തമായും അതിൽ ഇടപെടുന്നുണ്ട്. അത് ഓരോ ഇടക്കാല റിപ്പോർട്ട് വരുമ്പോഴും നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാണാം. അപ്പം അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ എല്ലാ വിധത്തിലും സർക്കാർ സഹകരിക്കുന്നുണ്ട്. ആ വിധത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നത് കണ്ടെത്തണം. ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്ന് കോടതി ദൃഢനിശ്ചയത്തോടു കൂടി പറയുന്നു. അങ്ങനെ കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നു. അത് അവിടെ നടക്കട്ടെ. ബാക്കിയുള്ളത് തിരുത്തലുകളാണല്ലോ. ഇനി ഈ സംവിധാനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിക്കപ്പെടരുത്. അതനുസരിച്ചാണല്ലോ ഇപ്പോൾ തിരുത്തൽ നടപടികൾ വേണ്ടിവരുന്നത്. അവിടെ ഒരു തിരുത്തൽ വരുമ്പോൾ അതിന് എല്ലാവർക്കും സർവസമ്മതനായ ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ, ഞാനൊരു വിശ്വാസിയാണെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ അത് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? താങ്കൾ ഈ ബഹളം കൂട്ടി ഞാൻ പറയുന്നതിനിടയ്ക്ക് ഞാൻ പറയുന്നത് 1 മിനിറ്റ് ആണെങ്കിൽ താങ്കൾ 2 മിനിറ്റാണ് ഇടപെട്ട് സംസാരിക്കുന്നത്. ഈ ശബരിമലയിൽ ഏതെങ്കിലും ഒരാള് ദേവസ്വം ബോർഡ് മെമ്പറായിട്ടോ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാൻ അവിശ്വാസിയാന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? എന്ത് ബാലിശമായിട്ടാണ് താങ്കൾ കാര്യങ്ങളെ പറയുന്നത്? അവിടെ വരുന്ന എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം ജനപ്രതിനിധികളാണ്. എത്ര പേര് പറഞ്ഞിട്ടില്ല? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ സംശയം? ഞാൻ വിശ്വാസിയാണ്, ഒരു വിശ്വാസിയുടെയും മുറിപ്പെടുത്തൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകും. ഒരാളുടെയും ഒരു പൈസ പോലും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുകയാണ്. പുതിയ അനുഭവമായി എനിക്ക് തോന്നുന്നു. താങ്കൾക്ക് തോന്നാം, വിശ്വാസ സമൂഹത്തിന് തോന്നില്ലെന്നേ. കാരണം അത് അവരുടെ അനുഭവമാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒരു ഗവൺമെന്റും ഒരുപിടി രാഷ്ട്രീയക്കാരും ഇത്രയും മാത്രം മ്ലേച്ഛമായ രീതിയിൽ പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ വളരെ ചെയ്യപ്പെടുന്ന ഒരു കോൺഗ്രസിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്. ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ ശുദ്ധമായ ഒരു സമീപനമല്ല ഇക്കാര്യത്തിലുള്ളത്. അവർക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കണം. ഈ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. ഞാനത് പറഞ്ഞു വന്നപ്പോഴാണ് താങ്കൾ ഇടപെട്ടത്. താങ്കൾ പറയുന്നു SITയുടെ അന്വേഷണത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നു. പക്ഷെ ഇതേ SITയെ നിയമിച്ച ഹൈക്കോടതി എന്താ ഒരു കാര്യം പറഞ്ഞത്? അവര് പേരെടുത്ത് പറയുന്നു, സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര കുറ്റവാളികൾ ചെയ്ത കുറ്റത്തിന് സമാനമായിട്ടുള്ള കുറ്റത്തിൻ്റെതായ ഒരു ബാക്ക്ഡ്രോപ്പ്. ശരി, താങ്കൾ മ്യൂട്ട് ആയിട്ടുണ്ട്, പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പറഞ്ഞോളൂ ഷാജി രാഘവൻ. ശരി, സാങ്കേതിക പ്രശ്നമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ KS അരുൺകുമാർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് PS പ്രശാന്ത് തുടരും എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായിട്ടുള്ള നിലപാട്. അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കും, ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവസാന നിമിഷം മറ്റ് 5 പേരുകൾ പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ K ജയകുമാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മറ്റൊരു സാഹചര്യവും സാധ്യതയും ഇല്ലാത്തപ്പോൾ, കോടതി പിടിമുറുക്കിയപ്പോൾ അനിവാര്യമായി വന്നതാണോ ഈ തീരുമാനം? ഇവിടെ ദേവസ്വം ബോർഡിന്റെ ചെയർമാന്റെ കാലാവധി തീർന്നാൽ ആ കാലാവധി തുടർച്ചയായി നീട്ടിക്കൊടുക്കാൻ കഴിയില്ല. അതായത് ഒരാൾ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ കാലാവധി പൂർത്തീകരിച്ചാൽ പിന്നീട് തുടർച്ചയായി കാലാവധി നീട്ടാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ വീണ്ടും ചെയർമാനായി പിന്നീട് ഒരു പീരീഡ് കഴിഞ്ഞാൽ അയാളെ വീണ്ടും റെക്കമെൻഡ് ചെയ്യാനോ അപ്പോയിന്റ് ചെയ്യാനോ കഴിയും. അല്ലാതെ തുടർച്ചയായി കാലാവധി നീട്ടാൻ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അത്തരത്തിൽ അനുശാസിക്കാത്തിടത്തോളം കാലം ഒരിക്കലും പ്രശാന്തിന് തുടരാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കും, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കും എന്ന രൂപത്തിലാണ്. ഇവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായിട്ട് അങ്ങനെ കാലാവധി നീട്ടിക്കൊടുക്കാൻ കഴിയുമോ?
ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ SIT രൂപീകരിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഓരോ 10 ദിവസവും നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി വിളിച്ചു വരുത്തി സീൽഡ് കവറിൽ പരിശോധിച്ച് അതിനെക്കുറിച്ച് ആ നടത്തിയ അന്വേഷണത്തെക്കുറിച്ച് കൃത്യമായി ഇടക്കാല ഉത്തരവിന്റെ ഭാഗമാക്കി മാറ്റുന്നു. പിന്നീട് അന്വേഷണം ഏത് തരത്തിൽ പോകണം, ആരെയൊക്കെ ചോദ്യം ചെയ്യണം, എന്തൊക്കെ റിക്കവറി നടത്തണം, ഏതൊക്കെ രേഖകൾ സീസ് ചെയ്യണം എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഏറ്റവും അവസാനം, അതായത് 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവിന്റെ പേജ് 15 പാരഗ്രാഫ് 13 പറഞ്ഞിരിക്കുന്നത് പോലെ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ മുന്നിൽ ഹാജരായി. ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചു. ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ശരിയായ വഴിക്കാണ് അന്വേഷണം പോകുന്നത് എന്നതാണ് പാരഗ്രാഫ് 13 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശരിയായ വഴിക്ക് പോകുന്ന അന്വേഷണം, ആ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണ ഏജൻസി പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല, അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധികളും BJPയുടെ പ്രതിനിധികളും കിടന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. നമുക്കറിയാം, ശബരിമലയുടെ ഒരു നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല, ഒരു തുണ്ട് സ്വർണമോ അല്ലെങ്കിൽ പണമോ നഷ്ടപ്പെടാൻ പാടില്ല. കുറ്റം ചെയ്ത എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് ഉദ്യോഗസ്ഥന്മാരായാലും ദേവസ്വം ബോർഡ് അംഗമായാലും എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായാലും അവർക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉദ്ദേശിക്കുന്നത്. അതിനാണ് എല്ലാ സഹായവും അന്വേഷണ ഏജൻസിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായ അന്വേഷണം എന്തായാലും അന്വേഷണം നടക്കുകയാണല്ലോ ശ്രീ അരുൺകുമാർ. ഇവിടെ ഇപ്പോ ഒരു തീർത്ഥാടന കാലം 17-ന് ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിർണായകമായ തീർത്ഥാടന കാലം വരുന്നതിന് മുൻപ് സ്ഥാനം ഒഴിഞ്ഞ് ഇനി പുതിയ ഒരാൾ വന്ന് ആ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലാവധി നീട്ടിക്കൊടുക്കുക എന്നതൊക്കെ ആയിരുന്നു ആലോചനയിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഇനി കെ ജയകുമാർ അധികാരമേറ്റ് വേണം അത്തരം നടപടികളിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരികയാണ്. നേരത്തെ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല വരുന്നത്, മറിച്ച് ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെയാണ് അവിടെ കൊണ്ടുവരുന്നത്. വിശ്വാസിയാണെന്ന് സ്വയം സമ്മതിക്കുന്ന വ്യക്തിയാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ഒരു തെറ്റ് സമ്മതിക്കലാണോ? ഒരു തിരുത്ത് എന്ന നിലയിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നത് കൂടി അക്സെപ്റ്റ് ചെയ്യുന്നതാണോ ഈ നിയമനം? അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഈ മറ്റു പാനലിസ്റ്റുകൾ ഉയർത്തിയത്. ഇവിടെ അത്തരം പാനലിസ്റ്റുകൾ ഉയർത്തുന്നതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പൊതു മണ്ഡലത്തിൽ നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരു IASകാരൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി വന്നിരുന്നവരെല്ലാം വലിയ അഴിമതിക്കാരായിരുന്നു, അമ്പലം വിഴുങ്ങികളായിരുന്നു എന്നത് സമ്മതിക്കുകയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഇതൊക്കെ എത്ര വിരോധാഭാസമാണ് പറയുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ എത്ര മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ. ചില മേഖലകളിൽ ഇത്തരത്തിൽ IAS ബിരുദധാരികളും അതുപോലെ ബ്യൂറോക്രാറ്റായിട്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചവരെ അഡ്മിറ്റ് ചെയ്യുന്ന പല ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സാഹചര്യം കൊടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ളവർ വന്നാൽ ഇതെല്ലാം വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഇപ്പൊ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ മെട്രോ ലാഭത്തിൽ ഓടുകയാണ്. കൊച്ചി മെട്രോ, ജല മെട്രോ 6 മാസം കൊണ്ട് 10 ലക്ഷം പേരാ യാത്ര ചെയ്ത്, 10 മാസം കൊണ്ട് 20 ലക്ഷം പേർ യാത്ര ചെയ്തു. ഇപ്പൊ 1/2 കോടിയിലധികം പേർ യാത്ര ചെയ്തു. ഈ കൊച്ചി മെട്രോയെ, ജല മെട്രോയും അതുപോലെ തന്നെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനെ നയിക്കുന്നത് ആരാ? ഈ കേരളത്തിലെ DGP ആയിട്ടിരുന്ന നമുക്കറിയാം ബെഹ്റയാണ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിരുന്നവരെല്ലാം ഈ പല ചുമതലയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം പ്രശ്നക്കാരായിരുന്നു നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുമോ? ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ തവണ ശബരിമലയുടെ സീസൺ വന്നപ്പോ, മണ്ഡലകാലം വന്നപ്പോ എത്ര ആരോപണങ്ങളായിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് വലിയ പ്രശ്നമാണ്, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ നേതാവായ K മുരളീധരനും BJPയുടെ നേതാവായ V മുരളീധരനും രണ്ടുപേരും പറഞ്ഞു, ഈ മണ്ഡലകാലം എത്ര സുഗമമായിട്ടാണ് നടന്നത്, ഒരു പരാതിയും പരിഭവമില്ലാത്തൊരു മണ്ഡലകാലം ഇതിനു മുമ്പ് ഞങ്ങൾ ഇതുപോലെ കണ്ടിട്ടില്ല എന്ന് കോൺഗ്രസും BJPയും ഒരേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരേ സ്വരത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ മാറി എന്നതുകൊണ്ട് ശബരിമലയെ അത് ബാധിക്കില്ല, അവിടുത്തെ സുഗമമായിട്ടുള്ള മണ്ഡലകാലത്തെ അത് ബാധിക്കില്ല, ഒരു ഭക്തർക്കും ദർശന സൗകര്യം ഉണ്ടാകാതെ ഇരിക്കുന്ന സാഹചര്യമില്ല. റോഡുകളായാലും ജലസേചന പദ്ധതി
ആയാലും മറ്റടിസ്ഥാന സൗകര്യങ്ങളായാലും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ വർഷത്തതുപോലെ തന്നെ ഒരു മികച്ച മണ്ഡലകാലത്തിന് വേണ്ടി ശബരിമലയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവിടെ നടക്കട്ടെ. കുറ്റക്കാരായവർ ആരായാലും ശ്രീ അരുൺകുമാർ, അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് ഒരു ശുദ്ധികലശം എന്ന നിലയിൽ പോകുമ്പോൾ അത് ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനം ശരിയായ നിലയിലല്ല എന്ന കുറ്റസമ്മതമല്ലേ എന്നതാണ് ഒരു ചോദ്യം. നമ്മൾ ഒരു തിരുത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്താനാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് തുറന്നു പറയാനുള്ള ഒരു ബാധ്യത നിങ്ങളെ സംബന്ധിച്ചുമുണ്ട്. അതാണ് തിരുത്താണ് എങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? സമ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പരിഗണനയിലാണ് എന്നത് അവസാന നിമിഷം വരെ നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ നേരത്തെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കോടതി പോലും പല ഘട്ടങ്ങളിലും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ സർക്കാർ ഒരു ശരിയായ വിശ്വാസികളുടെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞ് അക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ കൂടുതൽ അഭികാമ്യം? രേണുക, 2 ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഒന്ന്, രാഷ്ട്രീയ നിയമനം അല്ലെങ്കിൽ ഗവൺമെന്റ് രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായവരെയോ രാഷ്ട്രീയ നിലപാടുള്ളവരെയോ അപ്പോയിന്റ് ചെയ്യുന്നതും ബ്യൂറോക്രാറ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്ന രൂപത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ ബ്യൂറോക്രാറ്റുകളെയോ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെയോ ഇത്തരത്തിൽ അഡ്മിറ്റ് ചെയ്തു എന്നത് വെച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം പ്രശ്നക്കാരാണ്, അവർ വേണ്ടത്ര തരത്തിൽ അവർക്ക് തരുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് എന്ന് ചിത്രീകരിക്കാൻ പാടില്ല. ഒരു അങ്ങനെ ചിത്രീകരിക്കുന്നത് ഞാനോ ഈ പാനലിസ്റ്റുകളോ ഒന്നുമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എന്തുകൊണ്ടാണ് എൻ വാസു 3ാം പ്രതിയായി മാറിയത്? ഏത് സാഹചര്യത്തിലാണ്? ഞാനോ ഈ പാനലിസ്റ്റുകളോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ആണോ? അല്ലല്ലോ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് 2ാം ഘട്ടത്തിൽ എത്താമെന്ന് കരുതിയിട്ടാണ്. അദ്ദേഹത്തിന്റെ 3ാം പ്രതിയായ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്നു എന്നതാണ് ആക്ഷേപം. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളിൽ അദ്ദേഹത്തിനുള്ള പിടിപാട് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലും വൈകുന്നത് എന്നതാണ് ആക്ഷേപം. അത് അന്വേഷണത്തിനെതിരായ ആക്ഷേപമാണ്, അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. ഈ ദേവസ്വം ബോർഡ് ആരോപണത്തിന് വിധേയമായിട്ടില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഏറ്റവും അവസാനം കോടതി കേസ് പരിഗണിച്ച് ഇടക്കാല ഉത്തരവിറക്കുമ്പോൾ എന്താണ് അവസ്ഥ? മിനിറ്റ്സ് പോലും ശരിയല്ല, എല്ലാം ക്രമരഹിതമാണെന്ന് പറയുന്നു. അപ്പോൾ ആരോപണത്തിന്റെ അങ്ങേയറ്റം സഹിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ഘട്ടത്തിലാണ് ഈ തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ അതാണെങ്കിൽ തെറ്റ് പറ്റി, ഞങ്ങൾ ഇനി അത് തിരുത്തും എന്നാണ് പറയേണ്ടത്. രണ്ടും രണ്ടാണ്. ഉദ്യോഗസ്ഥന്മാർ ചെയ്ത വീഴ്ച അവരവർക്ക് ഇപ്പൊ ഓരോ ഘട്ടത്തിലും തിരുവാഭരണ കമ്മീഷണർ അടക്കം, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം അവർക്ക് കൊടുത്ത ചുമതല നിർവഹിക്കാത്തതിന്റെ പേരിൽ അവർ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നതും അവർ ജയിലിൽ പോകുന്നതും എല്ലാം നമ്മൾ കാണുകയാണ്. ആ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ തലവന്മാർ അവർ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി പോലെ താഴെ നടക്കുന്ന പ്രവർത്തനത്തിന് ഉത്തരവാദികളാണ് എന്നൊരു ക്രിമിനൽ കേസിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും FIR-ൽ പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ, ഇന്ന കാലത്തെ ചെയർമാൻ എന്നെല്ലാം ഉണ്ട്, വ്യക്തിപരമായിട്ടുള്ള അഡ്രസ്സിലല്ല. ഇതെല്ലാം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നു. ഓരോ ആഴ്ചയിലും നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനെ പരിശോധിക്കുന്നു. ഇതെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സാ. ഡിവിഷൻ കോടതിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വളരെ കാര്യക്ഷമമായി നിറവേറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറം ഈ തട്ടിപ്പ് ഇപ്പോഴത്തെ ഏതെങ്കിലും ഭരണസമിതി കണ്ടെത്തിയതാണോ? അവർക്ക് സംശയമുണ്ടായി, അവർ അന്വേഷിച്ച് എത്തിയതാണോ? അല്ലല്ലോ. ഈ ഏറ്റവും ഒടുവിൽ വരെ എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങൾ പരിശുദ്ധരാണ്, ഞങ്ങൾക്ക് മുന്നേ വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് നിർവഹിക്കാനുള്ളതാണല്ലോ. ആ ഉത്തരവാദിത്തങ്ങളൊന്നും അവിടെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തട്ടിപ്പിന് അറിഞ്ഞും അറിയാതെയും കൂട്ടുനിൽക്കുകയായിരുന്നു. അതാണ് കോടതികളുടെ നിരീക്ഷണത്തിലൂടെ പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. നിരീക്ഷണത്തിലൂടെ ഒന്നും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും പുറത്തു വന്നിട്ടില്ല. അങ്ങ് ഈ ചോദിച്ച ചോദ്യത്തിനൊരു പെസകുണ്ട്. കാരണം കോടതി ഇത് നേരിട്ട് കണ്ടെത്തിയതല്ലേ എന്ന ചോദ്യത്തിന് തെറ്റാണ്.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2025 ഇതേപോലെ തന്നെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ, ശബരിമല നിശ്ചയിച്ച സ്പെഷ്യൽ ഓഫീസറുടെ അനുവാദമില്ലാതെ ഇത് നടത്തിയെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പരിഗണിച്ചപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെ 2019 മുതൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിക്കുമല്ല. ഇതിന്റെ തുടക്കം അങ്ങനെയാണ്. അല്ലാതെ ഒരൊറ്റ ദിവസം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2019 മുതൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ഇന്ന രൂപത്തിൽ അന്വേഷണം നടത്താൻ പറഞ്ഞതല്ല. ഇത് ആദ്യം മുതലുള്ള ഡേറ്റ് വൈസ് ഇതുവരെ 9 ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ട് മനസ്സിലാവും. അവസാനം ഇറങ്ങിയ ഉത്തരവിലും പഴയകാല ഉത്തരവ്, പഴയ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലുള്ള ഉത്തരവ് കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരെയെങ്കിലും സംരക്ഷിക്കാൻ ഗവൺമെന്റോ ദേവസ്വം ബോർഡോ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനായാലും ഇത്തരത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഇന്ന കാലത്തെ ചെയർമാൻ എന്ന രൂപത്തിൽ FIR-ലുണ്ട്. അവർക്കെതിരെ തെളിവുണ്ടോ? ശക്തമായിട്ടുള്ള നടപടിയായിട്ട് പോട്ടെ എന്ന് ആരാണ് ഇതിനെ സംരക്ഷിക്കുന്നത്? ഒരു ഘട്ടത്തിൽ പോലും ഒരു ഇടപെടലും ഗവൺമെന്റോ ദേവസ്വം ബോർഡോ നടത്തിയിട്ടില്ലല്ലോ. ശബരിമലയുമായി ബന്ധം ഇപ്പൊ ആരാ അകത്ത് പോയിരിക്കുന്നത്? തിരുവാഭരണ കമ്മീഷണർ, അയാളുടെ രാഷ്ട്രീയമായി എന്തായിരുന്നു? അതുപോലെ ഈ മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇതൊക്കെ നമുക്കറിയാമല്ലോ. ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവായിട്ട്, INTUCയുടെ നേതാവായിട്ട് കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നവർ വരെ ഇപ്പൊ ഗോതമ്പുണ്ട തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ ഒറ്റ കാര്യോടെ ആദ്യം ചോദിച്ചാൽ ഒരു ഉത്തരവോടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രശ്നക്കാരാണെന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു അഭിഭാഷകനായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ ജഡ്ജി ആവണമെങ്കിൽ 3 പേർ വിചാരിച്ചാൽ മതി. 3 പേർ കൊളീജിയം അംഗം വിചാരിച്ചാൽ ജഡ്ജാവാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകനായിട്ട് നിലനിൽക്കണമെങ്കിലോ 10,000-കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാലേ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകന് അവന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ കഴിയൂ. ആ ഒരു പൊതുപ്രവർത്തകൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അയാൾ വലിയ പ്രശ്നക്കാരാണ്, രാഷ്ട്രീയക്കാർ വന്നാൽ പ്രശ്നമാണ്, അതെല്ലാം ബ്യൂറോക്രാറ്റ് വന്നാലേ ശരിയാവുള്ളൂ എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ കുറെ നാളായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ. അതുകൊണ്ട് പൊതുപ്രവർത്തകരും കൃത്യമായി ദിശാബോധത്തോടെ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യുന്ന നിരവധി 10,000-കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ വരുമ്പോ അതൊക്കെ പ്രശ്നക്കാരാണെന്ന് ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരൊക്കെ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടട്ടെ, അകത്ത് പോട്ടെ, ഗോതമ്പുണ്ട തിന്നട്ടെ. അവരെ ഒന്നും ആരും സംരക്ഷിക്കുന്നില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ അന്വേഷണം ശരിയായ രൂപത്തിൽ നടക്കുകയാണ്. സത്യസന്ധമായി തന്നെ അന്വേഷണം പോവുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് അത് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നടത്തുന്ന നുണപ്രചരണമൊന്നും ജനങ്ങളുടെ മുന്നിൽ ഏക്കില്ല. അത് കൃത്യമാണ്, വ്യക്തമാണ്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, അന്വേഷണം ഒരു ഭാഗത്ത് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്, മറുഭാഗത്ത് എന്താണോ തിരുത്തൽ നടപടികൾ വേണ്ടത് അത് നടക്കുന്നുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ, കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ, ഇതിലൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അപ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് അവിടെ ഇനി ശരിയായ വിധത്തിൽ കാര്യങ്ങൾ നടക്കണം എന്നുദ്ദേശിക്കുന്നവർ ആ പ്രോസസ്സിനൊപ്പം നിൽക്കുകയാണല്ലോ വേണ്ടത്. അന്വേഷണത്തിന്റെ വഴിക്ക് പോയി കുറ്റക്കാർ ആരാണ് എന്ന് വെച്ച് അവരെ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുക എന്നത് പ്രോസസ്സ് മറ്റൊരു ഭാഗത്ത് നടക്കുമ്പോൾ അതല്ലേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട്? ഒന്ന്, നിലവിൽ നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണവുമായിട്ട് കേരളത്തിന്റെ ഭരണത്തിന് ഒരു ബന്ധവുമില്ല. കേരളത്തിന്റെ ഭരണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡോ ഇനിഷ്യേറ്റ് ചെയ്തിട്ടല്ല ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി നേരിട്ടാണ് ഇത് കണ്ടെത്തിയതിൽ ഇപ്പോൾ പുറത്തുപോയ പ്രശാന്തന്റെ ദേവസ്വം ബോർഡിന് ഒരു പങ്കാളിത്തവുമില്ല. 2019 ഇത് കണ്ടെത്തിയതിന് അതിനെ തുടർന്ന് വന്ന വാസുവിന്റെയോ പ്രശാന്തിന്റെയോ ദേവസ്വം ബോർഡിന് യാതൊരു പങ്കാളിത്തവുമില്ല. ഇവർ ഓരോ തവണയുള്ള കളവ് മറച്ചുവെച്ച ആളുകളാണ് ഈ കാലം വരെ അധികാരത്തിൽ വന്ന ആളുകൾ. അത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനി രണ്ടാമത് അരുൺകുമാറിനോടുള്ള ചോദ്യം. പ്രശാന്ത് മഹാനാണെങ്കിൽ കഴിഞ്ഞ വൃശ്ചിക മാസകാലത്ത് ഇത്രയേറെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൂട്ടിയ ആളാണ് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടേം കൂടി, ഞാൻ നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നില്ല, ഒരു ടേം കൂടി കൊടുത്തില്ല? ഇപ്പൊ നിങ്ങൾ മാറ്റുമ്പോ
നേരത്തെ ഞങ്ങളൊക്കെ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? ഇത്രയേറെ സത്യസന്ധരായ, ഇത്രയേറെ അയ്യപ്പ ശരണം വിളിക്കുന്ന, അയ്യപ്പ സംഗമം നടത്തിയ, ആളുകളെ കോർഡിനേറ്റ് ചെയ്ത PS പ്രശാന്തിന് ഒരു അവസരം കൂടി നിങ്ങൾ കൊടുക്കണ്ടായിരുന്നോ? അത് കൊടുക്കാതിരിക്കാൻ കാരണം എന്താണ്? ഇനി ആ PS പ്രശാന്തിൻ്റെത് പോയി കഴിഞ്ഞാൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരന്, ദേവകുമാറിനോ സമ്പത്തിനോ ഞങ്ങൾ കൊടുക്കുന്നില്ല, പകരം ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്മകുമാർ മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ഭരണകാലത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വന്ന ആളുകളൊക്കെ മോഷണത്തിന് കുടപിടിച്ചവരാണ് എന്ന് അടിവരയിട്ട് സമ്മതിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? മലബാർ ദേവസ്വം ബോർഡിൽ അഴിമതി കഥകൾ വരുന്ന സമയത്ത് അവിടെയുള്ള BJPയിൽ നിന്ന് പണ്ട് കടമെടുത്ത വാസു ഈ അഴിമതികൾക്ക് കൂട്ടു നിൽക്കുകയാണ് എന്ന് തന്നെയല്ലേ പറയുന്നത്? ഇങ്ങനെ ഓരോരുത്തരും ജയിലിലേക്ക് ആകുമ്പോ അയാൾ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ് എന്ന് പറയണ്ട. കോൺഗ്രസ്സുകാരെ നിങ്ങൾ പിടിച്ചകത്തിട്. കോൺഗ്രസ്സുകാരനായ അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന ആളുകളെ പിടിച്ചിടാൻ വേണ്ടി എന്തിനാണ് മിസ്റ്റർ അരുൺകുമാർ 2025 വരെ നിങ്ങൾ കാത്തുന്നത്? അദ്ദേഹം 19 കട്ടിട്ടുണ്ടെങ്കിൽ 20 അകത്താക്കണ്ടേ? 20 കത്താൻ 21 അകത്താക്കണ്ടേ? ഈ കാലം വരെ പിടിക്കപ്പെടുന്നത് വരെ യാദൃശ്ചികമാണെങ്കിലും നമ്മുടെ പോറ്റി ഒരു അതിബുദ്ധി കാണിച്ചപ്പോഴാണല്ലോ ഇത് പുറത്തേക്ക് വന്നത്. അല്ലാതെ നിങ്ങൾ ആരും കണ്ടെത്തിയതോ ദേവസ്വം കൗൺസിൽ കൊണ്ടു കൊടുത്തതൊന്നല്ല. അതിബുദ്ധി കാണിച്ചപ്പോൾ പുറത്തു വന്നു. ആ പുറത്തു വന്ന തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കഥകളെ മാച്ചുവെക്കാൻ നിങ്ങൾക്ക് ഈ നിയമനം കൊണ്ട് സാധിക്കുകയില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ജയകുമാർ വന്നിട്ട് നാളെ ഇത് നന്നാക്കിയാൽ, ഇന്നലകളിലെ അന്വേഷണം പിടിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഒരു സംശയവുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവിടെ അതുകൊണ്ടായില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ മാത്രം വെച്ച് സാമ്പിൾ എടുക്കരുത് മിസ്റ്റർ അരുൺകുമാർ. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വർഷം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ ചാനലുകളിലെ ചർച്ച നിങ്ങൾ ആവശ്യപ്പെട്ടത് അന്നത്തെ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ, വെർച്വൽ ബുക്കിംഗ്, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് വാശി പിടിച്ചപ്പോ പൊതുബോധമുണ്ടായി, അതിനെതിരെ സ്പോട്ട് ബുക്കിംഗ് വേണം. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് കൂടി അനുവദിച്ചപ്പോഴാണ് കഴിഞ്ഞ തവണ മെച്ചത്തിലേക്ക് അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് വന്നത്. തൊട്ട് മുമ്പിലത്തെ വർഷം അത് മറന്നു പോകരുത്. ഇതേ മുഖ്യമന്ത്രി, ഇതേ ദേവസ്വം മന്ത്രി, ഇതേ കാലഘട്ടം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഭക്തന്മാരും വന്ന് എല്ലാ ഭാഷയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെറി വിളിച്ചത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ഇതിന്റെ കാരണഭൂതന്മാരായ ആളുകൾ അവിടെ വെച്ച് സന്നിധാനത്തും പമ്പയിലും വെച്ച് തെറി വിളിച്ച മണിക്കൂറുകൾ, 18, 32, 48 മണിക്കൂറുകൾ അവിടേക്ക് ക്യൂ നിന്ന, അവിടെ പോവാൻ സാധിക്കാത്ത പന്തളത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന ഭക്തന്മാരുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും മറന്നു പോവേണ്ട. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ശബരിമലയെ നോക്കുന്നതിൽ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ നോക്കിയത് ഭക്തരെയല്ല, നിങ്ങൾ നോക്കിയത് അവിടുത്തെ സ്വർണത്തെയാണ്, അവിടുത്തെ മുതലാണ്, അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. എന്ത് കൊടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ രാഷ്ട്രീയക്കാർ മുഴുവൻ മോശമാണ് എന്ന രീതിയിൽ ഒരു പ്രൊപ്പഗൻഡയൊന്നും വരണ്ട. പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ആണെങ്കിൽ അജയ് തറയിലാവട്ടെ, അതിന്റെ പിറകോട്ട് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ പ്രമുഖരും പ്രശസ്തരുമായ ആളുകൾ ഇരുന്ന കസേരയാണ്. അങ്ങനെ ഉണ്ടായതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പക്ഷേ ഞാൻ നേരത്തെ ഏതോ ചർച്ചയിൽ പറഞ്ഞതുപോലെ പഴയകാല രാജാക്കന്മാർക്കൊക്കെ ധാരണയുണ്ടായിരുന്നു രാജഭരണം അവസാനിക്കുമെന്നും എന്തെങ്കിലും ജനാധിപത്യം വരുമെന്നും. ജനാധിപത്യം വന്ന് കുറെ കാലം കഴിഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ തലക്കി പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമെന്നും. അതുകൊണ്ടാണ് നമ്മുടെ നിലവറയൊന്നും തുറക്കാൻ പറ്റാത്ത പൂട്ടിയത്. തിരുവിതാംകൂർ രാജാവാണെങ്കിലും മാർത്താണ്ഡവർമ്മ രാജാവാണെങ്കിലും അവർക്കൊക്കെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. നിങ്ങളെ ഇപ്പൊ ഏൽപ്പിച്ച പോലെയുള്ള ആളുകൾ വരുമെന്ന്. അതിൽ നിന്ന് ഭാഗ്യത്തിന് ചില അമ്പലങ്ങളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ക്രെഡിറ്റ്, ജയിലിലാക്കിയതിന്റെ ക്രെഡിറ്റ് ഒന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വന്ന് ന്യായീകരിച്ചത് ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നു, ദേവസ്വം ബോർഡിന് പങ്കാളിയല്ല എന്നാണ്. ഇന്ന് 3-ാം പ്രതി ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് വാസുവാണ്, 8-ാം പ്രതി ദേവസ്വം ബോർഡാണ്. കഴിഞ്ഞ മെനയാന്നത്തെ വിധിയിൽ ചൂണ്ടിയിട്ടുള്ളത് ഇന്ന് നിലവിലെ പ്രസിഡന്റ് പ്രശാന്തിനെതിരെയാണ്. അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന ധാരണ മിസ്റ്റർ അരുൺകുമാർ, CPM നിങ്ങൾക്ക് വേണ്ട. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഇവിടിപ്പോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൽ ആദ്യം ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം നടന്ന തട്ടിപ്പാണോ എന്ന് സംശയം തോന്നിയിരുന്നുവെങ്കിൽ, പക്ഷേ സുഭാഷ് കപൂറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുഭാഷ് കപൂറിന്റെ മോഡസ് ഓപ്പറാണ്ടിയിൽ നടന്ന ഒരു തട്ടിപ്പാണോ, അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന സംശയം കോടതി ഉന്നയിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ ഉരുപ്പടികൾ മുഴുവൻ പോയിട്ടുണ്ട് പുറത്ത്. അവിടെ ഇരിക്കുന്നതൊക്കെയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന തരത്തിലേക്ക്, അങ്ങനെ വിശ്വസിക്കേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വലിയ തട്ടിപ്പാണ് നടന്നത്. അത് ശബരിമലയിലെ മാത്രം കാര്യമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം പോയതും കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ തുടർ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ എങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടന്നു ഇല്ല എന്നതൊന്നും നമുക്ക് മുന്നിലില്ല.
അപ്പോൾ മൊത്തത്തിലൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ നടപടികൾ, ഈ കേസ് അന്വേഷണം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതൊരു ശരിയായ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസമുണ്ടോ? അല്ല, ഈ കേസിലെ ഹീറോ ഹൈക്കോടതിയാണ്, ഒരു സംശയവും വേണ്ട. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തപ്പോൾ ആൾക്കാരെല്ലാം അത്ഭുതപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഹൈക്കോടതി സർക്കാരിനെ ഒന്ന് കൊച്ചാക്കുകയാണോ എന്ന് പോലും നിഷ്പക്ഷരായി നിൽക്കുന്ന പലരും ചിന്തിക്കുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയുടെ വലിയൊരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ആ രണ്ട് ബ്രില്യൻ്റായ ജഡ്ജിമാരാണ് യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമിക്ക് വേണ്ടി പോരാടിയത്. രാജാ വിജയരാഘവൻ സാറും ജയകുമാർ സാറും. അവരുടെ പോരാട്ടമാണ്. രണ്ടാമത്തെ ഹീറോ മാധ്യമങ്ങളാണ്. നിങ്ങളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ചയെടുത്താണ് ഈ വിഷയം വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു പുതിയ മാറ്റമാകണം. ജയകുമാർ സാറിന് ക്ലീനപ്പ് ചെയ്യാൻ വലിയൊരു കഴിവുള്ള ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രഗത്ഭർ, ഇപ്പോൾ CPM ഭാഗത്ത് നിന്ന് സുധാരൻ സാർ വളരെ നല്ലതായിരുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പേര് വിട്ടു, ഒരുപാട് പേര് അങ്ങനെ നല്ലതായിട്ടുള്ള ഒരുപാട്. രാജഗോപാലൻ സാർ വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആണ്. വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ലെങ്കിലും വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും, അതേപോലെ കോൺഗ്രസിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രയാർ സാറിന്റെ വളരെ നല്ല ബോർഡായിരുന്നു, അജയ് തറയിൽ സാറിന്റെ അടക്കം. അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും നല്ല ആൾക്കാരുണ്ട്. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് കാണാൻ പറ്റണം. അതായത് നമ്മുടെ NK പ്രേമചന്ദ്രൻജി ശബരിമലയ്ക്ക് വേണ്ടി ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അത് പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി അടക്കം മറ്റൊരു നിലപാടിലേക്ക് അത് പറഞ്ഞെങ്കിലും അങ്ങനെയുള്ള മനസ്സുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. അത് തമിഴന്മാരെ നമ്മൾ കണ്ടുപിടിക്കണം. തമിഴ്നാട്ടില് AIADMKയും DMKയും BJPയും കോൺഗ്രസും എല്ലാവരും ഒരുമിച്ചാണ് അവരുടെ ജല്ലിക്കെട്ടിന്റെ പോരാട്ടത്തിന് വേണ്ടി വന്നത്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടതാണ്. വളരെ കൗതുകമുള്ള കാഴ്ചയാണ്. AIADMKയും DMK പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് ഒരു കാറിൽ വന്നിറങ്ങി. സുപ്രീം കോടതിയുടെ മറ്റൊരു തെറ്റായ വിധിയായിരുന്നു, ഇതേ ദീപക് മിശ്രയുടെ വിധിയായിരുന്നു. അവിടെ തമിഴന്മാർക്ക് തങ്ങളുടെ ജല്ലിക്കെട്ട് തങ്ങളുടേതാണ് എന്നൊരു ചിന്തയുണ്ട്. രാഷ്ട്രീയം സെക്കൻഡറിയാണ്. നമുക്ക് നമ്മുടെ പള്ളിക്കെട്ടും ശബരിമലയും അതേപോലെ നമ്മുടെ അഭിമാനമാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ. ആ അയ്യപ്പന്റെ ശബരിമല സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു നിലപാടെടുക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതിന് BJPയും കോൺഗ്രസും CPMഉം ബാക്കി പാർട്ടികളും, മുസ്ലിം ലീഗ് ശബരിമല പ്രക്ഷോഭത്തെ ആദ്യം സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി നിൽക്കണം. അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാകാം. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായ ഒരു നിലപാട് വേണം. പല അമ്പലങ്ങളിൽ ഇപ്പം ജസ്റ്റിസ് KT ശങ്കറിനെ പോലെ വലിയൊരു ജഡ്ജി, ഹൈക്കോടതിയിലെ മഹാനായ ഒരു ജഡ്ജിയാണ് ഇപ്പോൾ അതിൻ്റെ ഇൻവെന്ററി എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര അമ്പലങ്ങളിൽ നിന്ന് എത്ര പോയി? ഇപ്പം വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് 265 ഗ്രാം പോയി, 250ഓളം ഗ്രാം പോയി എന്നൊരു കണക്ക് വരുന്നുണ്ട്. വ്യത്യസ്ത അമ്പലങ്ങളിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാവും. നമുക്ക് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, ഇൻവെന്ററി അടക്കമുള്ള കാര്യങ്ങൾ വരണം. എൻ്റെ പെറ്റീഷനിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത്. അന്ന് PRO ആയിരുന്ന മുരളി സാറിനെ PIO ആയിട്ട് കൂടി നിയമിച്ചതാണ്. നമ്മുടെ അമ്പലങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അമ്പലങ്ങളാകട്ടെ പള്ളികളാകട്ടെ വിശ്വാസികളുടെ കേന്ദ്രങ്ങളാണ്. നമ്മളിൽ 95% വിശ്വാസികളാണുള്ളത്. അപ്പോൾ ആ വിശ്വാസികളുടെ വിശ്വാസവും താല്പര്യവും വരണം, അക്കൗണ്ടബിലിറ്റി വരണം. അതിന് ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ അതിശക്തമായ ഒരു മോണിറ്ററിംഗ് വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്നാണ് ഇവർ അടിച്ചുകൊണ്ട് പോയത്. നമ്മുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഹൈക്കോടതിയുടെ നേരിട്ട് ഒബ്സർവേഷനുള്ള മാധ്യമ കണ്ണുകളുള്ള ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുമ്പിലിരിക്കുന്ന ദ്വാരപാല ശില്പങ്ങളുടെ ഒറിജിനൽ സാധനമാണ് ഈ പോറ്റി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ വെച്ച് ദേവസ്വത്തിലെ ചിലർ അടിച്ചു മാറ്റിയത്. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഈ വിഷയം എടുക്കണം. അതൊരു ക്ലീനപ്പിന്റെ ആക്ട് ആകട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സിൻസിയറിറ്റിയോടുകൂടി ഈ വിഷയം എടുക്കണം. അയ്യപ്പന്റെ സ്വത്ത് കട്ടത് ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകണം. ഇതൊരു മാതൃകയായി മാറണം, കീഴ്വഴക്കമായി മാറണം, പ്രസിഡന്റായി മാറണം. അങ്ങനെ ശക്തമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ക്ലീനപ്പ് ഉണ്ടാകൂ. ആ ക്ലീനപ്പ് വേണം. അത്രമാത്രം ഡാമേജ് ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ പക്ഷേ രേണുകാജിക്കൊക്കെ ഓർമ്മയാണ്, നമ്മൾ ആരും ഇത്രയും സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. എന്തൊക്കെയോ ചെറിയ പ്രൊസീജിയറിൽ എറർ ഉണ്ടായി കാണും എന്നാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചത്. പിന്നീടാണ് ഇത് കൊള്ളയാണെന്ന് ഉള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വിശ്വസിക്കാൻ ഇപ്പൊ നേരത്തെ പറയുണ്ടായി, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. അങ്ങനൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? പോയ സാധനം പോയി എന്ന് പറയാൻ എന്ത് ചെയ്യാനാ? അങ്ങോട്ട് പോയപ്പോൾ 42 കിലോ, ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ 38 കിലോ. രണ്ട് സാധനമല്ലേ? ഓൾറെഡി 2.5 കിലോഗ്രാമും 1.5 കിലോഗ്രാമുമാണ് വാതിലിലും നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം ക്ലാഡ് ചെയ്തിരുന്നത്. തിരിച്ചു വന്നത് 360-400 ഗ്രാമും പൂശിയതാണ്. തട്ടിപ്പ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. വിജയമല്യ തനി തങ്കത്തിൽ ക്ലാഡ് ചെയ്ത സാധനം ഇപ്പൊ ഇല്ല.
ഇനി അത് മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. SIT അത് അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കും. അപ്പോൾ ഒരു കൊള്ള നടന്നു നമ്മുടെ ചരിത്രത്തിൽ. ഇതിന് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ നാഷണൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ ഇത്രയും ഷാർപ്പല്ല, കുറച്ചുകൂടെ ഒതുക്കത്തിലാ പറയണേ. കാര്യം നമ്മുടെ നാട്ടുകാരെ കുറ്റം പറയാം. പക്ഷെ വെളിയിലുള്ള ഒരാൾ നോക്കുമ്പം കേരളത്തിലെ ഒരു അമ്പലങ്ങളിൽ നിന്നാണ് ഈ കൊള്ള നടക്കുന്നത്. ശബരിമല വരുന്നതിൽ നല്ലൊരു ശതമാനവും 70% അന്യ സംസ്ഥാനത്തിലെ ഭക്തരാണ്. അവരെന്ത് വിശ്വസിച്ച് സ്പോൺസർഷിപ്പിന് വരും? ഇപ്പൊ CPM-കാർ ഏകദേശം അയ്യപ്പ സംഗമം നടത്താൻ 5 കോടിയോളം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 3 കോടി ഇയർമാർക്ക് ചെയ്തു, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. ഇവർ പ്രതീക്ഷിച്ചത് സ്പോൺസർമാരുടെ കാശ് കിട്ടിയിട്ട് അതെല്ലാം തിരിച്ച് ദേവസ്വം ബോർഡ് കൊടുക്കാന്നാണ്. ആര് കാശ് തരാനാ? ഇത് കേട്ടാൽ നമ്മൾ ആര് കാശ് കൊടുക്കും? നമ്മളിപ്പോ തിരുപ്പതിയിൽ നമ്മൾ സ്ഥിരം പോകും. ഞാൻ തിരുപ്പതി പോകുന്ന ഒരാളാണ്. നാളെ തിരുപ്പതിയിൽ ഞാൻ കൊടുക്കുന്ന കാശ് വേറെ ആരെങ്കിലും മോട്ടിക്കാനാണെന്നും ഓൾറെഡി ഇരിക്കുന്ന സ്വർണ്ണം വരെ മോട്ടിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കാശ് കൊടുക്കൂ? അതുകൊണ്ട് നമ്മുടെ നാണക്കേടാണ്. നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുമെങ്കിലും വെളിയിൽ നമ്മളിതൊരു പക്വതയോടും കൈയടക്കത്തോടും കൂടി സംസാരിക്കണം. കാര്യം കേരളത്തിനും ശബരിമലയ്ക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ക്രൈസിസിനെ നമ്മൾ ഓവർകം ചെയ്യണം. ആ ഓവർകം ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വാതുവെപ്പ് വിവാദവും ഒക്കെ പോലെ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഡയമെൻഷനിൽ കാണുന്നില്ല. ഒന്ന് തേർഡ് പാർട്ടിയായി കണ്ടാൽ മതി. ഒരു തമിഴന്റെ കണ്ണീന്നോ തെലുങ്കന്റെ കണ്ണീന്നോ കന്നഡക്കാരന്റെ കണ്ണീന്നോ ബോംബെയുടെ കണ്ണീ. ഇപ്പം വിവേക് ഓബ്രോയ് അടക്കമുള്ള ഹിന്ദി താരങ്ങൾ വരും. 1-2 അവരുമായിട്ട് ബന്ധപ്പെട്ടവർ വിളിച്ചു ചോദിച്ചു എന്താ സ്വാമി നടക്കണേ അവിടെയെന്ന്. അപ്പൊ ആ കണ്ണിലൂടെ കാണണം. ശബരിമലയെ രക്ഷിച്ചെടുക്കണം. ദേവസ്വം ബോർഡിനെ തകർക്കുകയല്ല, ശുദ്ധീകരിക്കുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. ശ്രീ ഷാജി രാഘവൻ, രാഹുൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ഒരു പ്രോസസ്സാണ് നടക്കേണ്ടത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ N വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു എന്ന് ചില ആരോപണങ്ങൾ ഉണ്ട് എന്നതല്ലാണ്ട് SIT ഏത് നിമിഷം എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്നത് മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറയുമ്പോൾ കോടതി SIT-യുടെ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തിയിട്ടുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ ഇനിയൊരു അവിശ്വാസം വെക്കേണ്ടുന്ന കാര്യമുണ്ടോ? N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകും എന്നും ഉള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നേരാം വിധത്തിൽ ശരിയായ വിധത്തിൽ നന്നാക്കിയെടുക്കാനുള്ള മാർഗമായി കാണുക എന്നതിനോട് BJP യോജിക്കുന്നുണ്ടോ? അല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ താല്പര്യത്തോടു കൂടിയാണെന്ന് അതിനെ നിരീക്ഷിക്കുന്നത്. പക്ഷെ ഇതേ ഹൈക്കോടതി തന്നെ ഞങ്ങൾ വളരെ തുടക്കം തൊട്ടേ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. SIT-യുടെ പരിമിതിയെ പറ്റിയേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അവിശ്വാസമല്ല, പരിമിതികളുണ്ട്. എന്താ ഈ പരിമിതിക്ക് കാരണം? ഹൈക്കോടതി തന്നെ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഇത് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അത് തെളിയിക്കപ്പെട്ടു. കാരണം ഈ സ്വർണത്തിന്റെ വ്യാപാരം നടന്നത്, ഇതുമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത് തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് നടന്നത്. ഏറ്റവും അവസാനം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ അന്താരാഷ്ട്ര മാനങ്ങളെ പറ്റി കോടതി സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര കുറ്റവാളികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ആ ബാക്ക്ഡ്രോപ്പിൽ ആണ് ഈ കേസിനെ കോടതി തന്നെ നറേറ്റീവ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതല്ലല്ലോ, ഇവിടുത്തെ പബ്ലിക് സാമാന്യ ജനങ്ങൾ പറഞ്ഞതല്ല, വിശ്വാസികൾ പറഞ്ഞതല്ല. അതുകൊണ്ട് SIT-യുടെ പരിമിതിയെ പറ്റിയിട്ട് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ച ഒരു കേസാണ് ശ്രീ വാസുവിന്റെ കേസ്. നമ്മളെല്ലാം പറയുന്നത് വാസു എന്ന് പറയും. വാസു എന്ന് പറയുന്ന ആളാരാണ് സത്യത്തില്? 2018 ശ്രീ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണറാണ്. അന്ന് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവില് മദനി സംഘത്തെയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളെയും ശബരിമല കയറ്റി ആചാരലംഘനം നടത്താൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ്. അന്ന് ശകലം മനചാലി ആർക്ക് വന്നു? പത്മകുമാറിന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വന്നു. അദ്ദേഹത്തിന്റെ ഭയം വന്നു, ഒരു മനസ്സിനൊരു ചാഞ്ചല്യം സംഭവിച്ചു. ആ ചാഞ്ചല്യത്തെ പോലും മറികടക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉപയോഗിച്ച ആളാണ് ശ്രീ വാസു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ വാസു. ഈ വാസു 3-ാം പ്രതിയാണ്. KS ബിജു, ഇന്നലെ റിമാൻഡിലാക്കപ്പെട്ട KS ബിജു അതേ കേസിൽ 4-ാം പ്രതിയാണ്. അപ്പൊ 4-ാം പ്രതിയെ ചോദ്യം ചെയ്ത് റിമാൻഡിലാക്കിയെങ്കിൽ എന്തേ ശ്രീ വാസുവിനെ ചോദ്യം ചെയ്ത് പുറത്തു വിട്ടു എന്നുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ ചോദ്യമുണ്ട്. കേരളത്തിന്റെ പബ്ലിക് ഡൊമൈനിൽ ആ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തെ ഇതുവരെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പരിഹരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ താങ്കൾ ഈ പറയുന്ന വിശാലമായിട്ടുള്ള ഈ അന്വേഷണത്തെ നമുക്കൊരു വലിയ സ്വീകാര്യതമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഈ പറയുമ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെ ഒരു അർത്ഥത്തിൽ പോലും നിഷേധിക്കുകയോ അതിനെ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടിയിട്ട് അല്ല ഞാൻ ശ്രമിച്ചത്. പിന്നെ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ കൃത്യമാക്കി പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറയുമ്പോൾ താങ്കൾ ഇടപെട്ടതുകൊണ്ടാണ്. ഇതിനകത്തൊരു ഞാൻ ഇന്നലെ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമായി BJP-യുടെ സംസ്ഥാന നേതൃത്വം നിലവിലെ ഒരു മണ്ഡലകാലം ആരംഭിക്കാൻ പോകും. ഇനി 9 ദിവസമേ ഉള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ ശരിയല്ല എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ഇന്നലെ സന്ദർശിച്ച ഒരാളാണ്. ആ കാര്യം കൂടെ എനിക്ക് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ ചെല്ലുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വറൊക്കെ ഉണ്ട് ഇവിടെ. എത്ര ദയനീയമാണെന്ന് അറിയോ അവിടുത്തെ സ്ഥിതി?
1.5-2 മാസം മുമ്പ് ഒരു ദേവസ്വം ബോർഡ് ഒരു വലിയ അയ്യപ്പ സംഗമം നടത്തിയതിൽ 7 കോടി രൂപ മുടക്കി 1.5 ലക്ഷം രൂപ പെർ ഹെഡ് ചെലവാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? കുമരകത്ത് പോലും താമസ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ആ ഗവൺമെന്റ്, ആ താല്പര്യം കാണിച്ച ഗവൺമെന്റ്, ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, BJP പറയുന്നു. കാരണം ദേവസ്വം ബോർഡും ഗവൺമെന്റും ശബരിമലയെ കൈയൊഴിഞ്ഞ ഒരു ചിത്രമാണ് നമുക്ക് പമ്പയിലും ഈ പറയുന്ന നിലയ്ക്കലൊക്കെ കാണാൻ സാധിക്കുന്നത്. സാർ അവിടുന്ന് ഒരു കാര്യവും നടക്കുന്നില്ല സാർ. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിന് പെയിന്റ് അടിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു പകൽ മുഴുവൻ അവിടെ സമയം സ്പെൻഡ് ചെയ്ത ഒരാളെന്നുള്ളതിലേക്കാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ആർക്കാ സാർ ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ താല്പര്യമുള്ളത്? വളരെ കൃത്യം. ഒരു രാഷ്ട്രീയക്കാരെ അധിക്ഷേപിക്കുകയല്ലെന്നേ, ഒരു രാഷ്ട്രീയക്കാരെ എഴുത്തി കാണിക്കുകയല്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കാലാകാലങ്ങളിൽ വന്ന മുന്നണി സംവിധാനങ്ങൾ, ഗവൺമെന്റുകൾ അവർ അമ്പലക്കൊള്ളയ്ക്കായി അവരുടെ പാർട്ടിയെ വളർത്താനും അവർക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചു എന്നുള്ള ആ ഒരു സ്റ്റോറിയാണ് കഴിഞ്ഞ 2 മാസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് കേവലം 10 കൊല്ലത്തെ ചരിത്രമൊന്നുമല്ല. ഇവിടെ മാന്യത ആർക്കുമില്ല. 10 കൊല്ലം മുമ്പ് കേരളത്തിലെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ശ്രീ ശിവകുമാർ. അദ്ദേഹത്തിന്റെ അനിയനുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് 1 കോടി ഏതാണ്ട് 87 ലക്ഷം വരുന്ന അഴിമതി ഇപ്പോഴും വിജിലൻസ് അന്വേഷിക്കുക. എന്താണ് പിണറായി സഖാവ് ഈ അന്വേഷണം പൂർത്തീകരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആരോ സൂചിപ്പിച്ചു, മാറി മാറി വരുന്ന മുന്നണിയിലെ അഴിമതിയും ദേവസ്വം ബോർഡിലെ അഴിമതിയും സംരക്ഷിക്കുന്ന ഒരു മുന്നണി സംവിധാനം കാലാകാലങ്ങളിൽ ഈ കേരളത്തിലുള്ളിടത്തോളം കാലം ഇതിന് ബലിയാടാകുന്നത്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്ക് രക്ഷ ഇനി അയ്യപ്പസ്വാമി അല്ലാതെ, ഇന്നലെ ശബരിമലയിലും സന്നിധാനത്തും അതേപോലെ തന്നെ നിലയ്ക്കലും പമ്പയിലും പോയി ഒരു പകല് മുഴുവൻ ചെലവഴിച്ച് മനസ്സിലെ വളരെ വ്രണത ഹൃദയനായിട്ടാണ് ഞാൻ പറയുന്നത്, ശബരിമലയ്ക്ക് ഇനി അയ്യപ്പസ്വാമി അല്ലാതെ യാതൊരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഈ വിവാദങ്ങൾ കേട്ടു തുടങ്ങി അന്നു മുതൽ കേൾക്കുന്നതാണ്. ഇപ്പോ നോക്കൂ, ഈ എൻ വാസുവിന്റെ അറസ്റ്റ് പോലും ഉണ്ടാകുന്നില്ല. അത് വൈകിപ്പിക്കുന്നു. SITക്ക് മേൽ വലിയ സമ്മർദ്ദം എന്നതാണ് വാർത്തകൾ വരുന്നത്. മറ്റ് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന തട്ടിപ്പ് എന്ന നിലയിൽ താങ്കൾ കഴിഞ്ഞ ടേം പറയുന്ന കേട്ടു. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിൽക്കുന്ന തട്ടിപ്പല്ല, ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പിന് അറിഞ്ഞും അറിയാതെയും കൂട്ടുനിന്നതിന്റെ രേഖകളും തെളിവുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് എവിടെ വരെ ഈ അന്വേഷണം നീങ്ങും എന്നതാണ് ആശങ്കയുണർത്തുന്നത്. യാതൊരു തരത്തിലും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് പ്രേക്ഷകർ ഉൾപ്പെടെ അല്ലെങ്കിൽ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടേണ്ടത്. ഇവിടെ പലരും വീണ്ടും ആവർത്തിക്കുന്നു, അതായത് ഈ പ്രശാന്തിന് ടേം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും എന്നാണ് വിചാരിച്ചത്, അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ടേം എക്സ്റ്റൻഷൻ പറ്റില്ല. ഒരാൾക്ക് തുടർച്ചയായി 2 ടേം പ്രസിഡന്റായിട്ട് തുടരാനും പാടില്ല. അത് നിയമപരമായി തന്നെ ഉള്ള ബാധ്യത, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഉത്തരവ് കൃത്യമായിട്ട് പാലിക്കുന്നു. പക്ഷേ അത് മറികടക്കാനുള്ള നീക്കം വേണമെങ്കിൽ നടത്താം, പക്ഷേ ഗവർണർ അനുവദിക്കില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ഒറ്റ മിനിറ്റ്, ഇതൊക്കെ ആര് പറഞ്ഞാൽ വിശ്വസിക്കും? നിയമസഭ കൂടാത്ത ഈ സമയത്ത് ഒരു ബില്ലായിട്ട് കൊണ്ടുവന്ന് നിലവിലുള്ള നിയമ അമെന്റ്മെന്റ് നടത്തി ആ നിയമം ഗവർണർ ഒപ്പിട്ട് അത് കൃത്യമായിട്ട് നിയമമാക്കി മാറ്റി ഒരാൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് അത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ ആര് സൃഷ്ടിച്ചാലും ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ഇതൊക്കെ എവിടെന്നാ വരുന്നതെന്ന്. ഇപ്പോ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞു വെച്ച എന്താ, ശബരിമല ദർശനം തുടങ്ങാൻ ഇനി 9 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോ സൗകര്യങ്ങളാ. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുമ്പോൾ ഉണ്ടാക്കേണ്ട സൗകര്യവും ഒരാള് പോലും ശബരിമലയിലേക്ക് പ്രവേശിക്കാത്ത ഈ സമയത്തുള്ള സൗകര്യവും ഞങ്ങൾ അങ്ങ് തുലനം ചെയ്തു. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ്. ഇനി അയ്യപ്പന് മാത്രമേ അയ്യപ്പനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നത് എന്തു മര്യാദകളാണ് മിസ്റ്റർ, എന്തു മര്യാദകൾ. ഒരാള് പോലും താങ്കളൊന്ന് കേൾക്കൂ മിസ്റ്റർ. അങ്ങ് ചർച്ച ചെയ്തപ്പോ ഞാൻ പറഞ്ഞു പൊള്ളും, താങ്കൾക്ക് പൊള്ളും. ഇത്തരത്തിൽ കിട്ടുന്ന അവസരം മുഴുവൻ വർഗീയ അജണ്ട നടപ്പാക്കാനും ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കബളിപ്പിക്കാനും വേണ്ടിയിട്ട് അജണ്ടയായിട്ട് വന്നിരിക്കുമ്പോ ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളും. എന്തിനാ ഈ ഒറ്റപ്പാട് എടുക്കുന്നത്? ആങ്കർ ഒന്ന് ഇടപെടുക, അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറ. അദ്ദേഹം ഈ തോന്നിവാസമൊക്കെ പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നതല്ലേ. അതൊക്കെ അദ്ദേഹം
പിടിക്കാൻ സമ്മതിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമലയിൽ ഒരാൾ പോലും പ്രവേശിക്കാത്ത സമയത്ത് ഞങ്ങൾ പോയി പരിശോധിച്ചു. എന്നിട്ട് അവിടെ സൗകര്യം കുറവാണെന്ന്. നിങ്ങൾ വാ, ഈ നവംബർ മാസം 16-നോ 17-നോ വാ, ലക്ഷക്കണക്കിന് തീർത്ഥാടകരുള്ളപ്പോ പരിശോധിക്ക് എന്തെങ്കിലും കുറവുണ്ടോന്ന്. ശ്രീ വി മുരളീധരൻ നിങ്ങളുടെ നേതാവല്ലേ കഴിഞ്ഞ ശബരിമല കാലയളവിൽ പറഞ്ഞത് ഇത്രയും നല്ല മണ്ഡലകാലം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസികളെ സംരക്ഷിക്കാനും അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും ശബരിമലയിൽ അവർക്ക് സൗകര്യം ഒരുക്കുവാനും എല്ലാം ഇവിടുത്തെ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും കഴിയും. ഇതൊക്കെ പുറത്തുനിന്ന് കൊതികുത്തുന്ന നിങ്ങൾക്ക്, അങ്ങനെ പലതും തോന്നും. ഒറ്റ മിനിറ്റ്, നിങ്ങൾ പറഞ്ഞല്ലോ വാസു ശബരിമലയിലേക്ക് വനിതകളെ കൊണ്ടുവന്നു. ഒറ്റ മിനിറ്റ് താങ്കൾ കേൾക്ക്. എന്തിനാണ് താങ്കൾ ഒറ്റപ്പാടെടുക്കുന്നത്? ശ്രീലാം ബിജെപിക്കാരുടെ ശൈലിയ, സ്ഥിരം താങ്കളുടെ ശൈലിയ. അതായത് താങ്കൾക്കെതിരെ നിങ്ങൾ പറയുന്ന നുണ പൊളിച്ചടക്കി കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന നുണ തെറ്റാണെന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഇത് തന്നെയാണ് ബിജെപിയുടെ രീതി. മറ്റുള്ളവർ പറയുന്നത് ജനം കേൾക്കരുത്. സ്ഥിരം ശൈലിയാണ്, സ്ഥിരം ശൈലി. ഇപ്പൊ പറയാണ് വാസു ശബരിമലയിലേക്ക് ആളെ കയറ്റിയെന്ന്. ആരാ സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്ത 5 വനിതകൾ? ആരാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കെ സുരേന്ദ്രൻ? കുമ്മനം രാജശേഖരൻ എന്താ പറഞ്ഞത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് എല്ലാം കൊണ്ടുപോയി കണക്ട് ചെയ്യുക. അമ്പലം വിഴുങ്ങികളാണ്. ഞാൻ പറയാം, ഇവിടെ ബിജെപി നേതൃത്വം കൊടുക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുംഭകോണം വന്ന വാർത്തകൾ എത്രയോ പുറത്തു വന്നു. കോൺഗ്രസിന്റെ കുംഭകോണം. ഇതൊക്കെ ആരായാലും അമ്പലം വിഴുങ്ങി ആരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇന്ന സ്ഥലത്ത് അന്വേഷിക്കാൻ പാടില്ല, ഇന്നത് അന്വേഷിക്കണം. ഇത്തരത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട രീതിയൊന്നും ഇല്ല. ഇതൊക്കെ നിങ്ങളുടെ അജണ്ട. ശരി, എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുവരെ എല്ലാവർക്കും സമ്മതനായ ജയകുമാറിന് എന്തൊക്കെ സാധ്യമാകും എന്നതും നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, സ്വർണ്ണക്കൊള്ളയിൽ കെ ജയകുമാറിലൂടെ സർക്കാർ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുമോ എന്നതാണ്. ഇല്ല എന്ന് പറയുന്നു 65% പ്രേക്ഷകർ, അതെ എന്ന് പറയുന്നത് 32% മാത്രം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താകും തിരുത്തൽ നടപടികളെന്നറിയാൻ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.